സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡാറ്റ ചോർച്ച ആരോപണം തള്ളി ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം. മുഖ്യമന്ത്രിക്ക് സന്ദേശം അയക്കാമെന്ന് സർക്കാർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. IT മിഷൻ വികസിപ്പിച്ച പ്ലാറ്റ്ഫോമിൽ നിന്നാണ് സന്ദേശം അയച്ചത് എന്നും വിശദീകരണം. അതേസമയം പുതിയ രേഖകളുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. കേസ് ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. സർക്കാർ ജീവനക്കാരുടെ മാത്രമല്ല മറ്റ് സാധാരണക്കാരുടെ വ്യക്തിവിവരങ്ങൾ കൂടി സർക്കാർ ചോർത്തിയെടുത്ത് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം കടുപ്പിക്കുന്നതിനിടെയാണ് ഒരു ഡാറ്റ ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്ന വാദവുമായി സർക്കാർ ഹൈക്കോടതിയിൽ ഇന്ന് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും പറയുന്നത് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒരു തരത്തിലുള്ള വ്യക്തിവിവരങ്ങളും കൈകാര്യം ചെയ്തിട്ടില്ല എന്നാണ്. വ്യക്തികളുമായി സംവദിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട്. മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഭരണഘടനാപരമായ വലിയ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാരുമായി മുഖ്യമന്ത്രിക്ക് സംവദിക്കാൻ അധികാരമുണ്ട്. ആ അധികാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സർവീസ് ആവശ്യങ്ങൾക്കല്ലാതെ ഒരു ജീവനക്കാരൻ്റെയും വിവരങ്ങൾ ശേഖരിക്കുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. IT മിഷന്റെ കൈവശമാണ് സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സ്പാർക്കിലെ വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ആ IT മിഷൻ തന്നെ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ആ പ്ലാറ്റ്ഫോം വഴിയാണ് ജീവനക്കാർക്ക് സന്ദേശം അയച്ചിരിക്കുന്നത്. അതിൽ നിയമപരമായ യാതൊരു പിശകുമില്ല എന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത്, നേരത്തെ മുഖ്യമന്ത്രിയുടെ OSD നൽകിയ ഒരു കത്ത് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരുന്നു. അത് സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ തേടിയതാണെങ്കിൽ ഇന്ന് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട സാധാരണ ജനങ്ങളുടെ വിവരങ്ങൾ കൂടി മുഖ്യമന്ത്രിയുടെ OSD വിവിധ വകുപ്പുകളിൽ നിന്ന് ശേഖരിക്കാൻ ശ്രമിച്ചു എന്നത് വ്യക്തമാക്കുന്ന മറ്റൊരു രേഖ കൂടിയാണ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടത്. 8 ലക്ഷത്തോളം സംസ്ഥാന ജീവനക്കാർ, 72 ലക്ഷം ക്ഷേമ പെൻഷൻകാർ, 3 ലക്ഷം ചെറുകിട സംരംഭകർ, സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്തവർ തുടങ്ങി 1 കോടിയിലധികം ആളുകളുടെ വ്യക്തിഗത വിവരങ്ങളാണ് ഇവർ ചോർത്തിയെടുത്തിട്ടുള്ളത്. ഇനി തിങ്കളാഴ്ചയാണ് സർക്കാർ ജീവനക്കാരുടെ അടക്കമുള്ള ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി വിശദമായി വാദം കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ സത്യവാങ്മൂലവും മുഖ്യമന്ത്രിയുടെ OSD അയച്ച 2 കത്തുകളും കൂടി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരാൻ പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.